കാരണം ഏത് നിമിഷവും മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാർ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹത്തിന്റെ ജീവന് അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അദ്ദേഹം കൂടുതലായി വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്ന ഭയം CPM നേതാക്കന്മാർക്കുണ്ട്. നോക്കൂ, അതുപോലെ തന്നെ അഭിമന്യുവിന്റെ മരണമുണ്ടായി, കൊലപാതകമുണ്ടായി. അഭിമന്യുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ ധനസമാഹരണം നടത്തി. 3 കോടിയിൽ പരം രൂപ സമാഹരിച്ചു എന്നാണ് അന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത. കോൺഗ്രസ് പറയുന്നതല്ല, കോൺഗ്രസ് പറയുന്നതല്ല. ദേശാഭിമാനി പത്രത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ പാർട്ടി പത്രത്തിൽ വന്ന വാർത്തയാണ് 3 കോടി രൂപയിൽ താഴെ 3 കോടിയോളം രൂപ സമാഹരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയത് എത്രയാണ്? 25-30 ലക്ഷം വില വരുന്ന ഒരു വീട് വെച്ചു കൊടുത്തു. മറ്റ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 1 കോടിയിൽ താഴെ രൂപ മാത്രമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയത്. ബാക്കി 2 കോടി രൂപ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? അപ്പൊ ഇതെല്ലാം ഓരോ രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയുടെ കേഡർമാരായ പ്രവർത്തകർ ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്നാണ് പിരിച്ചെടുക്കുന്നത്. ഒരു പർപ്പസ് പറഞ്ഞിട്ടാണ് പിരിച്ചെടുക്കുന്നത്. ആ പിരിച്ചെടുക്കുന്ന പണം അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് വകമാറ്റി ഉപയോഗിക്കുക. അപ്പോൾ ഈ രക്തസാക്ഷിത്വങ്ങളുടെ പേരിൽ പിരിച്ചെടുക്കുന്ന പണം ഉപയോഗിച്ചിട്ടാണോ പാർട്ടിക്ക് വേണ്ടി കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടിസുനിയും കിർമാണി മനോജും അടക്കമുള്ള ക്രിമിനലുകളെ ഈ പാർട്ടി തീറ്റിപ്പോറ്റുന്നു എന്നുള്ള ചോദ്യം കൂടെ അവശേഷിക്കുകയാണ്. രക്തസാക്ഷികളുടെ പേരിൽ പണം പിരിക്കുക, ആ പണം ഉപയോഗിച്ച് പാർട്ടിക്ക് വേണ്ടി കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ വയലൻസിനാണ് ഇന്നലെ പയ്യന്നൂരിൽ ഇവർ നേതൃത്വം കൊടുത്തത്. സത്യത്തിൽ ഒരു CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഈ അഴിമതിയും ഈ കൊള്ളയും കണ്ടെത്തിയ ഒരാളെന്ന നിലയ്ക്ക് അയാൾ പാർട്ടി കമ്മീഷനുകൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടും അതിന് പരിഹാരമുണ്ടാകാതെ വരുമ്പോൾ പൊതുജന സമക്ഷം വന്ന് ഇത്തരമൊരു കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ മൂല്യബോധം ശോഷിച്ചു പോയിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് മധുസൂദനെതിരെയുള്ള പ്രതികരണമായിരുന്നു. മധുസൂദനെതിരെയായിരുന്നു CPMന്റെ അണികൾ പ്രകടനം നടത്തേണ്ടിയിരുന്നത്. അവിടേക്കാണ് ഇവർ ആക്രോശിച്ചുകൊണ്ട് പോകേണ്ടിയിരുന്നത്. എന്നാൽ നമ്മൾ ഇന്നലെ കാണുന്നത് എന്താ? രക്തസാക്ഷിയുടെ പണം അപഹരിച്ചു എന്ന് പറയുന്ന MLAക്ക് വേണ്ടി, ആ MLAക്ക് വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ചതുപോലെ DYFIയുടെയും CPMന്റെയും അണികൾ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ അണികളുടെ രാഷ്ട്രീയ ബോധം എവിടെയാണ്? ഇവരുടെ സഹപ്രവർത്തകരോടുള്ള കരുതൽ എവിടെയാണ്? കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരുത്തൻ RSSകാരാൽ കൊല ചെയ്യപ്പെട്ടു, അതിമൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. അതിനേക്കാൾ മൃഗീയമായ ഒരു കാര്യമല്ലേ അവന്റെ പേരിൽ പണം പിരിച്ച് ആ പണം അപഹരിച്ചു എന്ന് പറഞ്ഞാൽ? RSS നടത്തിയ ക്രൂരതയേക്കാൾ വലിയ ക്രൂരതയല്ലേ മധുസൂദനൻ ആ കുടുംബത്തോട് ചെയ്തത്? അതിനെതിരെയല്ലേ DYFI പ്രതികരിക്കേണ്ടത്, CPM പ്രതികരിക്കേണ്ടത്? അതുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ചവന്റെ ചോരപ്പണം അപഹരിച്ചവന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംഘമായി DYFI ഇന്നലെ മാറി. കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, CPMന്റെ പാർട്ടി സെക്രട്ടറി, CPMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കമുള്ള ആളുകളൊക്കെ ഒരു വലിയ നിര തന്നെ നിൽക്കുന്ന, പാർട്ടി ഗ്രാമങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ല. ആ ജില്ലക്കകത്ത് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള കുഞ്ഞികൃഷ്ണനെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ആ പാർട്ടിയുടെ എല്ലാ രൗദ്ര സ്വഭാവങ്ങളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്നിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ പയ്യന്നൂർ പോലെ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് നടത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിൽ പുറകിൽ എത്രത്തോളം സത്യമുണ്ട് എന്നും എത്രത്തോളം അയാൾ ആ വിഷയങ്ങൾ മനസ്സിനകത്ത് കൊണ്ടു നടക്കുമ്പോൾ വിമിഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏത് നിമിഷവും മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാർ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ തരത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലെ CPIMന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പണത്തിനു പുറകെ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമായി മാറുന്നു. സ്വന്തം രക്തസാക്ഷികളെ പോലും ഇത്തരത്തിൽ വിറ്റഴിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുന്നു. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുക്കുന്ന പണം അത്തരത്തിൽ അപഹരിക്കുന്ന ഒരു കൂട്ടമായി മാറുന്നു. ആ അപഹരിക്കുന്ന MLAക്കും നേതാക്കന്മാർക്കും ജൈവിളിക്കുന്ന ആളുകളായി DYFI എന്ന് പറയുന്ന സംഘടന രാഷ്ട്രീയമില്ലാതെയായ ഒരു സംഘടനാ കൂട്ടമായി മാറുന്നു എന്നതൊക്കെ ഇന്ന് കേരളത്തിനകത്ത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മധുസൂദൻ MLAക്കെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ കുഞ്ഞികൃഷ്ണന് സംരക്ഷണമൊരുക്കാൻ കേരള പോലീസ് തയ്യാറാകണം. അദ്ദേഹത്തിന്റെ ജീവന് അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അദ്ദേഹം കൂടുതലായി വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്ന ഭയം CPM നേതാക്കന്മാർക്കുണ്ട്. കളവ് നടത്തിയവനെ സംരക്ഷിക്കുകയും
കളവ് ചൂണ്ടിക്കാട്ടി ഇവനെ പുറത്താക്കുകയും ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സമീപനമാണ് ഇന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ധനരാജ് വധക്കേസുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് സമാഹരിച്ചത്, എത്രയാണ് ചെലവഴിച്ചത്? അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് സമാഹരിച്ചത്, എത്രയാണ് അതിന്റെ ഭാഗമായി ചെലവഴിച്ചത്? ആ പണം, ബാക്കിയുള്ള പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത്? ഇത്തരത്തിൽ നേരത്തെ പാർട്ടിക്ക് വേണ്ടി പല കേസുകളിലും പ്രതികളായ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ രക്തസാക്ഷിത്വ ഫണ്ട് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ കേരളത്തിലെ CPM, ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ തയ്യാറാകണമെന്നുള്ളതാണ്